വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ചാലിയാർ തീരദേശ റോഡുമായിട്ട് ഈ മണക്കടവ് റോഡ് ബന്ധിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, മണക്കടവ് ഒരു ടൂറിസ്റ്റായിട്ട് വികസിച്ചു വരുന്നൊരു പ്രദേശമാണ്. ആ പ്രദേശത്തേക്ക് എന്തിനായാലും ഒരു അണ്ടർപാസ് വേണ്ടതാണ്. കാരണം ഇതുപോലെ തന്നെയാണ് ഈ കൊയിലാണ്ടി ഭാഗത്ത് മുജൂന്നിൽ അവിടെ അടുത്തടുത്ത് രണ്ട് അണ്ടർപാസ് ഉണ്ടായിട്ടും മുജൂന്നിൽ റോഡിന് ബൈപ്പാസിന് ഒരു അണ്ടർപാസ് കൊടുക്കാൻ കാരണം അകലാപ്പുഴയുടെ ടൂറിസം സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും തന്നെ ഈ മണക്കടവ് റോഡിന് അണ്ടർപാസ് അത്യാവശ്യമാണ്. അതുകൂടാതെ അത് മാത്രമല്ല, മണക്കടവ് റോഡിൽ കൂടുതൽ വ്യവസായങ്ങൾ, ഗോഡൗണുകൾ ധാരാളം ഉണ്ട്. അപ്പോൾ വലിയ വലിയ ഹെവി വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഓടുന്ന ഒരു പ്രദേശമാണ് മണക്കടവ് റോഡ്. ഈ മണക്കടവ് റോഡിന് ബൈപ്പാസ് ഇല്ലെങ്കിൽ അത് വളരെയധികം ഒരു ദുരിതം അനുഭവിക്കും ഭാവിയിൽ. അപ്പോൾ ഈ നാടിൻ്റെ രക്ഷയ്ക്ക് എന്തായാലും ചെന്ന് ഇവിടെ അണ്ടർപാസ് ഉണ്ടായേ പറ്റുള്ളൂ. അത് കിട്ടുന്നവരെ ജനങ്ങളതിൻ്റെ പ്രക്ഷോഭ സമരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ സജീവമായുള്ളൊരു കമ്മിറ്റി ഇപ്പോൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെല്ലാം ഈ ഓവിൽ കൂടി വെള്ളം പോകുന്നില്ല. ഈ ബൈപ്പാസ് കാരണം ഇതൊക്കെ ഒഴിവാക്കേണ്ടത്. ചെറിയൊരു പ്രദേശം മാത്രമാണ് ഇത് കിടക്കുന്നത്. കണ്ടാ, ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് ഇത്.